ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 3 പീസ് നൈറ്റി കട്ട് ചെയ്ത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിലേക്കകത്ത് ഇത്രയുടെ ഡീറ്റെയിൽ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആരും തന്നെ ഇനി 3 പീസ് നൈറ്റി തയ്ക്കാൻ അറിയത്തില്ല എന്ന് പറയരുത്. എല്ലാം ഡീറ്റെയിലായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് തുണി 290 ബിറ്റാണിത്. നൈറ്റി ബിറ്റ് വർത്തമാൻ്റെ നൈറ്റി ബിറ്റാണ്. നമ്മൾ നിവർത്തിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഇറക്കം എടുത്തിട്ട് നമ്മളത് വെട്ടി 4ആയിട്ട് മടക്കിയിടണം. നമുക്ക് എത്രയാണ് ഇറക്കം മൊത്തം വേണമെങ്കിൽ മൊത്തം എടുക്കാം. ഈ നൈറ്റിക്ക് അത് ഇറക്കം വേണ്ട. 54 ഇഞ്ചും തയ്ച്ച് കഴിയുമ്പോൾ 52 ഇഞ്ച് മതി. ഞാനതിനെ 54 ഇഞ്ച് ഇറക്കമുള്ള വിധത്തിൽ എടുത്ത് നീളത്തിന് വെട്ടിയതിന് ശേഷം ഇങ്ങനെ 4ആക്കി മടക്കിയിടുന്നതായിരിക്കുക. നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഫോൾഡഡ് സൈഡാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമ്മൾക്ക് ഇനി എടുക്കാം. ഇനി നമുക്ക് അതിനായിട്ട് 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. 7.5 ഇഞ്ച് ഷോൾഡർ എടുത്ത് അത് മാർക്ക് ചെയ്തു. പിന്നെ എൻ്റെ ആം ഹോൾ ലെന്ത്, കൈക്കുഴി നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന കൈക്കുഴി അളവെന്ന് പറഞ്ഞാൽ 7.5 ഇഞ്ചാണ് കേട്ടോ. 7.5 ഇഞ്ച് അതേപോലെ തന്നെ അപ്പുറത്ത് മാർക്ക് ചെയ്തു. നമുക്കിനി യോക്ക് ലെന്ത് എടുക്കണം. യോക്ക് നൈറ്റി ആയതുകൊണ്ട് യോക്കിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 10 ഇഞ്ച് ഈ സൈഡിലും മറ്റേ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഓപ്പൺ സൈഡ് അല്ലല്ലോ, അവിടെ 10.5 ഇഞ്ചുമാണ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്നിട്ട് അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത മാർക്കിങ്ങിന് ഇടങ്ങാം. നമുക്ക് അതിന് കൈയുടെ നീളം എന്ന് പറഞ്ഞാൽ 7.5 8 ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്യാം. 7.5 8 ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്യാം. അതേ അളവ് തന്നെ താഴെ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കൈക്കുഴി ഇതിനൊക്കെ ഇത്രയും വണ്ണമുള്ള ആൾക്കാർക്ക് 9.5 ഇഞ്ചാണ് കൈക്കുഴി. അതിന് ആണോ ഇവിടം വരെ 7.5 അല്ലെ 7 ആണെങ്കിൽ 7 3 പോയി കഴിഞ്ഞാൽ എത്രയുണ്ട്? 4 ഇഞ്ച് അല്ലേ. 4 ഇഞ്ചിൻ്റെ ആ ലെവലിൽ വേണം, അത് അളവിൽ വേണം നമുക്ക് കൈക്കുഴിയുടെ എടുക്കാനോ. അതപ്പോൾ 9.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. വെളിയിൽ നിന്ന് എടുക്കുമ്പോൾ 9.5 ഇഞ്ച് വേണം. നാൽപ്പത്തിരണ്ട് ഇഞ്ചൊക്കെ സൈസുള്ള ആൾക്ക്, 44 ഇഞ്ചൊക്കെ സൈസുള്ള ആൾക്കാർക്ക് 9.5 ഇഞ്ചാണ് കൈക്കുഴി എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. കൈയുടെ നീളം നമ്മൾ 7.5 ആണല്ലോ എടുത്തത്. ആ 7.5 അതേ ലെവലിൽ കറക്റ്റായിട്ട് താഴോട്ട് വരയ്ക്കുന്നു. നമ്മൾ സാധാരണ ഉള്ള നൈറ്റികൾ തയ്ക്കുന്ന പോലെയല്ല ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കൈക്കുഴി ആം ഹോൾ എന്ന് പറയുന്നത് നമ്മൾ 7.5 എടുത്തെങ്കിൽ നമുക്ക് കൈയുടെ നീളം വരുമ്പോൾ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ച്, അതിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ചോളം പോകുമല്ലോ. കൈക്കുഴിക്ക് അങ്ങനെ എടുക്കുമ്പോൾ കൈ നമ്മൾ ജോയിൻ ചെയ്യുന്നേ ഇല്ലല്ലോ, അപ്പോൾ അവിടെ തയ്യൽ തുമ്പൊന്നും പോകുന്നില്ല. ഇനി നമുക്ക് ഓപ്പൺ സൈഡിൽ 7.5 ഇഞ്ചാണ് കൈവണ്ണം ഞാൻ മാർക്ക് ചെയ്യുന്നത്. 7.5 ഇഞ്ച് 8 7.5 എത്രയാണ് കൈവണ്ണം വേണ്ടിയെന്ന് വെച്ചാൽ ചിലർക്ക് 6 മതിയെങ്കിൽ 6 അങ്ങനെ എടുക്കുക. നമ്മൾ ഇനി ഇവിടുന്ന് നമ്മൾ ആദ്യം വെട്ടിയ യോക്കിൻ്റെ പോർഷനുള്ളൂ, അതിങ്ങനെ ചരിച്ചൊന്ന് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടുക. അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന അളവ് എത്ര ഉണ്ടെന്ന് നമ്മളൊന്ന് നോക്കുക. അത് 4.25 വരുന്നുണ്ട്. ആ 4.25 നമുക്കിനി ഈ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടുന്ന് താഴേക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റായിട്ട് നമ്മൾ പിടിക്കണേ. സ്ട്രെയിറ്റായിട്ട് തന്നെ ഈ നമ്മൾ ആ വരച്ചില്ലേ അതേ മാർക്കിൽ തന്നെ ലെവലിൽ തന്നെ പിടിക്കുമ്പോൾ എവിടെയാണ് 4.5 ഇഞ്ച് ആ നമ്മൾ വരച്ചില്ലേ 10.5 അവിടെ, ആ ലൈനിൻ്റെ അവിടെ വരെ എവിടെ നിന്നാണ് 4.5 കിട്ടുന്നത് നമ്മൾ അളന്നെടുത്തായിരുന്നല്ലോ 4.25 എന്ന് പറഞ്ഞേ. ആ 4.25 ഇഞ്ച് എവിടെ വരുന്നു ആ ലൈനയിൽ അവിടെ കൊണ്ട് മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വളച്ചൊരു
നോക്കണേ നമ്മൾ വണ്ണം നോക്കിയതാണ് ജസ്റ്റ്. അപ്പോൾ ഇത് 2 പീസായിട്ട് മടക്കിയിട്ടതാണല്ലോ. നമ്മളാദ്യം യോക്ക് പാർശ്വം വെട്ടിയെടുക്കും. ഞാൻ ആദ്യം കൈയാണ് വെട്ടിയെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ യോക്കിന് നൈറ്റിയുടെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട്. ഇനി വെട്ടിയെടുത്താൽ മതി. ഇതുപോലെ വെട്ടണേ. കാരണം ആദ്യം അവിടം വരെ വെട്ടിയതിന് ശേഷം ചരിച്ച് വെട്ടുന്നു. കൈയുടെ ഓപ്പൺ സൈഡ് വെട്ടുന്നു. അങ്ങനെ കൈ വെട്ടിയെടുത്തതിന് ശേഷം അതിന് സെൻറ്റർ ഒന്ന് നോച്ചിട്ട് കൊടുക്കണേ. കാരണം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരെ അതോടുകൂടെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്യണം. നമ്മൾ ഈ യോക്കിൻ്റെ ഭാഗം വെട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് വെട്ടിയില്ലല്ലോ. നമ്മൾ കഴുത്ത് മാർക്കും ചെയ്തില്ല. യോക്ക് നൈറ്റിക്ക് എല്ലാം വെട്ടിയതിന് ശേഷമാണ് കഴുത്തൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ ഉള്ളതാണ്. നമ്മൾ 6.5 കഴുത്തിൻ്റെ ഇറക്കം രേഖപ്പെടുത്തുന്നത്. 6.5 രേഖപ്പെടുത്തുക. അകലം എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു. അതിനുശേഷം ആ കോർണറിൽ നിന്ന് 1 ഇഞ്ചോളം മേളോട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ചരിച്ചിങ്ങനെ വര കൊടുക്കുന്നു. നമുക്ക് ബാക്ക് നെക്കാണ് വെട്ടാനുള്ളത്. അപ്പം ഞാനിതിൽ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ട് അതൊരു വട്ടക്കഴുത്ത് പോലെ വെട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മൾ തുണി അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ക്രോസ് പീസൊക്കെ വേണമല്ലോ കഴുത്തിനൊക്കെ പിടിപ്പിക്കാൻ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് വെട്ടി എടുക്കുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് വെട്ടുന്ന ഭാഗത്ത് നല്ല നീളത്തിൽ കിട്ടും. അതിൽ നമുക്ക് ക്രോസ് പീസ് വെട്ടിയെടുക്കും. ക്രോസ് പീസ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ ഇത്രയും നീളമുള്ള തുണി ആയതുകൊണ്ട് 1 ഇഞ്ച് 2 പീസ് മതി. നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യുകയാണ്. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പ്രത്യേകം. ഇങ്ങനെ രണ്ടും വെട്ടിക്കഴിഞ്ഞ് നമ്മളെ യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് വശമുണ്ടല്ലോ അവിടെ നമ്മൾ 3.5 ഇഞ്ചോളം ഇറക്കി കൊടുക്കുകയാണ്. 3.5 ഉണ്ടോ, 3.5 ബാക്കി ഇത് അവിടുന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു കർവ് പോലെ കൊടുത്തുക. ഒത്തിരി കർവ് വേണ്ട കേട്ടോ. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെട്ടിയെടുത്തു. ഇപ്പോൾ കണ്ടായിരിക്കണേ. ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ആ 3.5 കഴിഞ്ഞുള്ള ഭാഗങ്ങളെല്ലാം വെട്ടിക്കളയുന്നു. വെട്ടിയെടുത്തതിന് ശേഷം എല്ലാ ഭാഗങ്ങളും നമ്മൾ അതിന് ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് വെട്ടിയെടുത്ത ഭാഗം നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുക്കുകയാണ്. ഏതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് നെക്ക് ഉണ്ടല്ലോ അതിന് അടിക്കാനായിട്ടാണ് ഈ ക്രോസ് പീസ് വെട്ടിയെടുക്കുന്നത്. ഞാൻ ഓൾറെഡി കൈയുടെ എല്ലാ ഭാഗങ്ങളും തയ്ച്ചായിരുന്നു കേട്ടോ. കൈ മടക്കി വെച്ചു, മടക്കി അടിച്ചു. എന്താ ഇതിൽ 2 കൈയുടെ മടക്കി അടിച്ചു. ഞാനങ്ങനെ ഓപ്പണായിട്ട് മടക്കാതെ ഇട്ടേക്കത്തില്ല. തേരുവശമാണെങ്കിൽ ഞാൻ കൈ അടിക്കുകയെ. പിന്നെ നമ്മൾ ബാക്ക് നെക്കും തയ്ച്ചായിരുന്നു. ആ ക്രോസ് പീസ് നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം അത് കഴുത്തിൽ വെച്ച് പിടിപ്പിച്ച് തയ്ച്ചതാണിത്. ഉണ്ടോ. എന്നിട്ട് നമ്മളതിനെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കഴുത്തിൻ്റെ ആ ക്രോസ് പീസ് തയ്ച്ച് ചേർക്കത്തുള്ളൂ. ഇത് ലേസ് വെച്ചാണ് തയ്ക്കുന്നത്. നമ്മൾ ഈ യോക്ക് നൈറ്റ് തയ്ക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ലൈനിങ് വെക്കണമേ, അല്ലെങ്കിൽ തുണി പിഞ്ചി പോകും. കാരണം 3 പീസ് തുണിയാണിത്. അപ്പോൾ ഒത്തിരി തയ്യലുകൾ ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ജോയിൻറ്റുകളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഒരു ലൈനിങ് പോലെ ഒരു തുണി വെച്ചില്ല എങ്കിൽ അത് പെട്ടെന്ന് പിഞ്ചിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ തുണിയേക്കാൾ കുറച്ച് വലിപ്പത്തിൽ നമ്മളെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തയ്ച്ചതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം ബാക്കി അധികം നമ്മൾ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞാൽ മതി. ഓക്കെ. അങ്ങനെ 2 ഭാഗങ്ങളും തയ്ച്ചെടുക്കുകയാണ്. കൊണ്ട് കുത്തി നിർത്തിയതിന് ശേഷം
തയ്ക്കുന്നു. അങ്ങനെ നെക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും തയ്ച്ചതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം ബാക്കി എക്സ്ട്രാ ഉണ്ടായിരുന്ന പീസെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി ഒരു ലേസ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ലേസ് വാങ്ങിക്കാൻ കിട്ടുമേ, അത് നമ്മൾ ഇതിലോട്ടൊന്ന് തയ്ച്ചു പിടിപ്പിക്കുകയാണ് ഞാൻ. അതിന് സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണ്, അല്ലെങ്കിൽ അത് വളഞ്ഞു വരികയില്ല. നമ്മൾ ഇത് ഒന്നതെ വി പോലെ ഷേപ്പല്ലേ ഇതിൽ വന്നിരിക്കുന്നത്. സാധാ പ്രഷർ പുട്ട് വെച്ചാണ് ഞാൻ തയ്ക്കുന്നത്. ഈ ലേസിന് അങ്ങനെ പ്രശ്നമില്ല. സെൻറ്ററിൽ കൊണ്ട് കുത്തി നിർത്തിയതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലൂടെ തയ്ച്ചെടുക്കുകയാണ്. നമ്മളിവിടെ എല്ലാം 2 സ്റ്റിച്ച് ഇടുവേ, ഇതിപ്പോൾ ഒന്നാമത്തെ സ്റ്റിച്ചാണ്. ഇനി നമ്മൾ തിരിച്ച് ഒരു പ്രഷർ പുട്ടിൻ്റെ വലിപ്പത്തിൽ ഒരു സ്റ്റിച്ച് കൂടി ഇടുന്നു. അവിടെ സെൻറ്ററിൽ കൊണ്ട് കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് തയ്ക്കുന്നു. ടോപ്പിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ 2 സൈഡിലുള്ള, അവിടെ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 പീസിൽ ലേസ് പിടിച്ചതിന് ശേഷം നമ്മളൊരു 1/4 ഇഞ്ച് തയ്ച്ച് ജോയിൻ ചെയ്യത്തില്ലേ, അത് ശരിക്കും ഒന്ന് ഒരു 1/2 ഇഞ്ചോളം മാർക്ക് ചെയ്തിടുകയാണ് 2 സൈഡിലും. എന്നിട്ട് പിന്നെ കുത്തിയിട്ട് തയ്ക്കുകയാണെങ്കിൽ നമ്മൾ കഴുത്തുണി ചരിഞ്ഞു പോകാതിരിക്കും. 3 പീസാണല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കണം. ഇത് കഴുത്തൊക്കെ ഇങ്ങനെ വെച്ച് തയ്ച്ചാൽ കറക്റ്റായിട്ടിരിക്കുമോ, കറക്റ്റായിട്ടിരിക്കണമെങ്കിൽ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ ഇരുന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ അത് നോക്കിയിട്ട് വേണം തയ്ക്കാനായിട്ട് തുടങ്ങാൻ. ഈ ഭാഗത്ത് വരുന്നതാണ് ഒരു ബാക്ക് സ്റ്റിച്ച് 2-3 അടിക്കണേ. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അത് കഴുത്തിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു പോകാതിരിക്കാൻ 2-3 തവണ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം മേലോട്ട് ഇങ്ങനെ തയ്ച്ചിങ്ങി പോരുക. 2 സൈഡിലും അതേപോലെ യോക്ക് പോർഷൻ തയ്ച്ച് ചേർത്തു. ഇനി തയ്ച്ച് ചേർത്തില്ല, ഇനി നമുക്ക് ബാക്ക് സൈഡുമായിട്ട് ജോയിൻ ചെയ്യാം ഷോൾഡർ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം തുണിയുടെ നല്ല വശം കൂടെ ഒരുമിച്ചിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. ഈ വീഡിയോ കാണുന്നവരിൽ നമ്മൾ ആ ക്രോസ് പീസ് വെച്ചില്ലായിരുന്നോ, അതിൻ്റെ സൈഡിൽ വരെ നമ്മൾ ഫ്രണ്ടിൻ്റെ പോർഷൻ വെച്ച് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് തയ്ക്കുകയാണ്. വീണ്ടും ഒന്നുകൂടെ തിരിച്ച് തയ്ക്കും. 2 ഷോൾഡറും ഇതേപോലെ തയ്ച്ചെടുക്കുക. ഞാൻ ഷോൾഡറിൻ്റെ അവിടെ ഓവർലോക്ക് ചെയ്യുന്നുണ്ട്. ഓവർലോക്ക് ചെയ്തതിന് ശേഷം ഇതിലെ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ക്രോസ് പീസ് നമ്മൾ ചേർത്ത് വെച്ചതല്ല ഉള്ളൂ, അല്ലാതെ മടക്കി അടിച്ചില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ അധികമുള്ള തുണിയൊക്കെ വെട്ടി കളയുക. അത് തയ്ച്ചതിന് ശേഷം മടക്കി അകത്തേക്ക് വെച്ച്
അതിനിടയ്ക്ക് ഞാൻ ഓവർലോക്ക് ചെയ്യാൻ പോയായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കേണ്ടി വന്നത്. നൈറ്റി ഒന്നും സാധാരണ ആരും ഓവർലോക്ക് ചെയ്യാറില്ല, കാരണം കോട്ടൺ തുണിയാണ്. അതുകൊണ്ട് തന്നെ സൈഡൊന്നും പിഞ്ചി ഒന്നും പോകത്തൊന്നുമില്ല. പിന്നെ വലിയ 10,000 രൂപയുടെയൊക്കെ ഉള്ള നൈറ്റിലുണ്ടല്ലോ, അതിലൊക്കെ ഓവർലോക്ക് ചെയ്യും. തയ്ച്ച് ബാക്ക് സൈഡ് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ ബാക്കിലെ കഴുത്ത് റെഡി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൈ ജോയിൻ ചെയ്യാണ്. അതിൻ്റെ സെൻറ്ററിൽ ഷോൾഡറിൻ്റെ അവിടെ നോച്ചിൻ്റെ ഭാഗം കൊണ്ടുവന്നിട്ട് നമ്മൾ 2 സൈഡും കൈ ജോയിൻ ചെയ്യുകയാണ്. നമ്മൾ ആ കറക്റ്റ് കണക്ക് പ്രകാരം വെട്ടിയോണ്ട് എക്സ്ട്രാ അധികം ഒന്നും വരുന്നില്ല. തിരിച്ചിട്ടതിന് ശേഷം കൈയുടെ ഭാഗത്തേക്ക് തയ്യൽത്തുമ്പ് ഇട്ടുകൊണ്ട് അതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ക്കുകയാണ്. അതുകൊണ്ട് ഇത് ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 2 കൈയും ഇതേപോലെ ഈ കാണിച്ചതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു ചെറിയ 3 ലേസ് പൂക്കളുണ്ട് എൻ്റെ കയ്യിൽ, അത് വെച്ച് കൊടുക്കുകയാണ്. ചുമ്മാ രസത്തിന് അതൊരു ഡിസൈൻ പോലെ അവിടെ തയ്ച്ച് ചേർക്കുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. 2 സൈഡിലും ഒരേപോലെ നോച്ചിട്ടതിന് ശേഷം സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് ഞാൻ പ്ലീറ്റ് ഇട്ടു. ഒരു സൈഡ് ഇട്ടു, അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇട്ടു. അതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡ് ഒന്നിച്ചങ്ങിടുകയാണ്. രണ്ട് സൈഡും ഒരേപോലെ നോച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈഡ് ഈക്വലായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു സൈഡ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുക, അങ്ങനെ വരാതിരിക്കുക. ഞാൻ ചെറിയ നീഡിൽ വെച്ചാണ് പ്ലീറ്റ് ഇട്ടത്. ഇനി നമുക്ക് യോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ അവിടുത്തെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ബോഡി പോർഷൻ്റെ സെൻറ്ററും അതേപോലെ പിൻ വെച്ച് കുത്തിയതിന് ശേഷമാണ് നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്നത്. അതിന് നമ്മൾ ഈ കാണുന്നതുണ്ടല്ലോ, ആ ഭാഗം എന്ന് പറഞ്ഞാൽ കാണിച്ച ഭാഗം കൈയുടെ ഭാഗമാണ്. അതിൻ്റെ അറ്റത്തുനിന്നേ നമ്മൾ വെച്ച് തുടങ്ങരുത്. നമ്മൾ ആ ഭാഗം കൈയുടെ ഭാഗമാണ്. നമ്മളിവിടെയാണ് നമുക്ക് കൈക്കൂലി തുടങ്ങുന്നത്. ആംഹോൾ തുടങ്ങുന്നത് അവിടെയാണ്. ഓക്കെ, അവിടോട്ട് ആ ബോഡിയുടെ പാർട്ട് വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പിട്ടുകൊണ്ട് തയ്ക്കുകയാണ്. നമ്മൾ അവിടെ കൊണ്ട് കുത്തി നിർത്തിയതിന് ശേഷം നമുക്ക് നോക്കുക. പ്ലീറ്റ് അധികം ഇടാനായിട്ട് ഒരു ചെറിയൊരു പ്ലീറ്റിനുള്ള ഇതുണ്ട്, തുണിയുള്ളത് കൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ പ്ലീറ്റൂടെ ഇട്ടിട്ട് ഇതാ പിന്നെ കുത്തി വെച്ചാലുള്ള ഗുണം. ഓക്കെ, നമ്മൾ തയ്ച്ച് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് സെൻറ്ററിൽ ഒന്ന് കുത്തി നിർത്തും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ അവിടുന്ന് പിടിച്ച് വെച്ചതിന് ശേഷം കൈക്കുഴിയുടെ അവിടുന്ന് ബോഡി പാർട്ട് പിടിച്ചതിന് ശേഷം ആ കോർണറിൽ കൊണ്ടുവന്ന് നമ്മളിന്ന് പിന്നെ കുത്തി വെക്കുക. പിന്നെ കുത്തി വെച്ചതിന് ശേഷം വീണ്ടും തയ്യൽ തുടരുക. അവിടെയും ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഉണ്ട്. നമ്മൾ
ഫ്രണ്ട് പോർഷൻ തയ്ച്ചു കഴിഞ്ഞു. തയ്ച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് അതിനെ പ്രസ് ചെയ്ത് ഒന്നുകൂടെ തയ്ക്കുന്നുണ്ടേ. അതിൻ്റെ മുകളിൽ കൂടെ കാണണം. ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് തയ്യൽ തുമ്പ് മേലോട്ടാക്കിക്കൊണ്ട് ആണ് നമ്മൾ തയ്ക്കുന്നത്. മുകളിലേക്കാണ്, ടോപ്പിൻ്റെ പോർഷനിലേക്കാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് പുറമേ ഒന്ന് പതിച്ചടിക്കുകയാണ്. അങ്ങനെ പതിച്ചടിച്ചതിന് ശേഷം ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ഇതേ പ്രൊസീജിയർ തന്നെ ബാക്കിലെ പോർഷനോട് നമ്മൾ തയ്ച്ച് ചേർക്കുക. രണ്ട് ഭാഗങ്ങളും ബാക്ക് ഫ്രണ്ടും തയ്ച്ചതിന് ശേഷം നമ്മൾ ഇനി നമുക്ക് കുറച്ച് പണിയുള്ളൂ. നമ്മൾ കൈ എത്രയാണെന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തിട്ട് കൈവണ്ണം കൊടുത്തോണ്ട് ജസ്റ്റ് സൈഡ് ജോയിൻ ചെയ്യുകയാണ്. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ 2 തവണ നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം. താഴേക്ക് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഒന്നുകൂടെ കൊടുക്കണം. അങ്ങനെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിവശം ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കും. ഒരു 1/4 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുന്നതാണിത്. അപ്പോൾ നൈറ്റി നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ആ സ്റ്റിച്ച് സൈഡ് കട്ട് ചെയ്ത ഭാഗമൊക്കെ നമ്മളൊന്ന് ഓവർലോക്ക് ചെയ്ത് ഫുള്ള് ഓവർലോക്ക് ചെയ്ത്, കാരണം തെരുവശമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇതുപോലുള്ള നൈറ്റികൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണേ. ഇതിനകത്ത് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.